ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അത്യാവശ്യത്തിന് നേരത്തിന് ഉണ്ടാക്കി കുടിക്കാം. അങ്ങനെയുള്ളൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ആപ്പിൾ എടുത്തു, 2 ആപ്പിൾ എടുത്തു, ഒരു 5-6 നെല്ലിക്ക, കുറച്ച് ക്യാരറ്റ്, ഒരു 2-3 ബീട്രൂട്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്ര സാധനങ്ങളാണ് ഞാനിത് യൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ ജോലിക്കാരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും കാലത്ത് തന്നെ ജ്യൂസൊന്നും ഉണ്ടാക്കി കുടിക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ബ്ലഡ് കുറവ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവണേനൊക്കെ ഇങ്ങനത്തെയൊക്കെ ജ്യൂസ് നല്ലതാണല്ലോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഐസ് ട്രേയിൽ വെച്ച് അതിനൊന്ന് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കിട്ടാം. അത് കഴിഞ്ഞത് തണുത്ത് ആ സംഭവം പുറത്തെടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ രാവിലെ തന്നെ വെള്ളം ചൂടാക്കി അതിലേക്ക് ഒരു 2-3 ക്യൂബ് ഇട്ടു ഇതിൻ്റെ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അലിയുന്നത് കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ അത് അലിഞ്ഞ് നന്നാക്കി ഇളക്കി കുടിക്കുക, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഞാനും രാകേഷേട്ടനും ഇപ്പോൾ 2 ദിവസമായിട്ട് എന്നും കുടിക്കുന്നുണ്ട്. വീഡിയോ ചെയ്തത് ഞായറാഴ്ചയാണ്, പക്ഷേ ഇന്നാണ് എനിക്ക് ഇടാൻ നേരം കിട്ടിയത്. നന്നായി ഒന്നൊക്കെ ഇളക്കി, കാരണം അരിക്കാണ്ടാണ് ഞാൻ ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം വിറ്റാമിൻസൊക്കെ ഉണ്ടാവണമല്ല, അങ്ങനെ വിചാരിച്ചിട്ട് അരിച്ച്. അങ്ങനെ ഫൈനലി ഇത് ജ്യൂസൊക്കെ റെഡി ആയിട്ടാ. അപ്പോൾ കാലത്ത് തന്നെ വെറും വയറ്റിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്താ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ കുടിച്ചിട്ട് ഞാൻ പറയാട്ടാ. ഇതിന് മഞ്ഞളിട്ടുള്ള കാരണം ഒരു മഞ്ഞളുടെ ഒരു കുത്തുണ്ട്. കുത്തുന്നാണ് അത്ര വലിയ കുഴപ്പമായിട്ടില്ല കേട്ടോ. ചെറിയ കഷ്ണമായിട്ടില്ല പച്ചമഞ്ഞളിട്ടുണ്ടായിരുന്നത്. അതിവിടെ തണവായ കാരണം പച്ചമഞ്ഞളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് കാരണം പിന്നെ നമ്മുടെ നെല്ലിക്കില്ലേ, നെല്ലിക്കേറെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പുളി. പിന്നെ ബീട്രൂട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെ ഒന്നും അത്ര വലിയ ടേസ്റ്റ് അറിയണില്ല കേട്ടോ. ഇഞ്ചി അത്രയ്ക്ക് അറിയണില്ല. ഈ മഞ്ഞളും നെല്ലിക്കാരുടെ ടേസ്റ്റ് കൂടുതലായി തോന്നുന്നത്. അപ്പം ഈ ഒരു ഡ്രിങ്ക് ആരൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരൊക്കെ ഇനി ഉണ്ടാക്കി കുടിക്കാൻ പോകണം അതും പറയണം. പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെ ഇരുന്നിട്ടൊക്കെ കാണണമെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ട് ഇട്ടോളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇതുവരയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിച്ചു കൊടുക്കണം. കണ്ട ഒരു മഞ്ഞളിൻ്റെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് മഞ്ഞളിൻ്റെയൊക്കെ ഇത് പിടിച്ചിട്ടില്ല കണ്ട സൈഡിൽ. പക്ഷെ നല്ലതുണ്ട് കേട്ടോ കുടിക്കാനായിട്ട്, അങ്ങനെ വലിയ മോശം തോന്നണമെന്നില്ല. അപ്പോൾ once again, bye bye, have a nice day, see you again.